പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയൊരു വചനമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് ദിനവൃത്താന്തം 4:10 തിരുവചനം പറയുന്നു, അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടി ഉണ്ടായിരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും തീരുമാനമെടുക്കട്ടെ. നിൻ്റെ വേദനകൾ, നിൻ്റെ ദുഃഖങ്ങൾ, നിൻ്റെ നഷ്ടങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, തകർന്നടിഞ്ഞൊരവസ്ഥ, ഇതെല്ലാം ഏതെല്ലാം മേഖലകളിലാണോ നിനക്ക് ഉയർച്ച വേണ്ടത്, ജോലി സംബന്ധമായോ സാമ്പത്തികപരമായോ കുടുംബജീവിതത്തിലോ ഏത് മേഖലയായിട്ടെ പ്രിയപ്പെട്ടവരെ, ആ മേഖലകളെല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എൻ്റെ ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ച്, അതെന്ത് മേഖലയായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, അത് വിസ്തൃതമാക്കണമേ എന്ന് ഈശോ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. പ്രിയപ്പെട്ടവരെ, നിനക്കത് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. നിൻ്റെ ജീവിതത്തിൽ ഈശോയുടെ കരം നിൻ്റെ മേൽ എപ്പോഴുമുണ്ട്. ഈശോ അതാണ് പറയുന്നത്, ദൈവം അവനെ അനുഗ്രഹിച്ച് എന്ന്. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ, അനുഗ്രഹിച്ച് അതിരുകൾ വിസ്തൃതമാക്കുന്ന ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആമേൻ.